അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പറയാനുള്ള വിഷയം ദിക്റെ കൽബാണ്. നമ്മൾ ഒരുപാട് വട്ടം ആവർത്തിച്ചൊരു വേർഡാണ് ദിക്റെ കൽബ് എന്നുള്ളത്. കാരണമൊന്നുമല്ല, ഈ തസൂഫിന്റെ അസ്ഥിവാരം പടുത്തുയർത്തിയിരിക്കുന്ന തൂണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ദിക്റെ കൽബാണ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് ആർക്കും ഇല്ല. ഇതാദ്യമായി കേൾക്കുന്ന ആളുകൾ ശരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. ഇനി കേട്ട ആളുകൾക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. അവരെ ചിന്തയിലൂടെ പോകുന്ന വിഷയം മറ്റൊന്നാണ്. സദാസമയം അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ള വിഷയം അവരെ ചിന്തയിലൂടെ പോകുന്നത്. അങ്ങനെ പല രീതിയിൽ ശൈത്താനെ കൊണ്ട് വഞ്ചിക്കപ്പെട്ട ഒരു വാക്കാണ് ദിക്റെ കൽബ് എന്നുള്ളത്. ദിക്റെ കൽബ് ശരിക്കും ദീനിന്റെ റൂഹാണ്, തസൂഫിന്റെ റൂഹാണ്. ഇപ്പൊ തസൂഫ് ഇല്ലാതെ ആവണമെങ്കിൽ, ദീൻ ഇല്ലാതെ ആവണമെങ്കിൽ ഇവിടെ എന്ത് വേണം? റൂഹില്ലാതാവണം. റൂഹ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതില്ലാതായി കഴിഞ്ഞാൽ എന്തായി? ആ ദീൻ അസ്തമിച്ചു പോവും, റൂഹ് അസ്തമിച്ചു പോവും, അല്ലെങ്കിൽ ദീൻ അസ്തമിച്ചു പോവും. അങ്ങനെ പോയാലല്ലേ ഇവിടുന്ന് ഖിയാമത്ത് സംഭവിക്കുള്ളൂ. അതല്ലെങ്കിൽ ഖിയാമത്ത് എങ്ങനെ സംഭവിക്കാനാണ്? അപ്പൊ ആയിൽ നിന്ന് പോകണം. പണ്ഡിതന്മാരിൽ നിന്നും അത് പോലെന്ന് പറയുമ്പോൾ അത് വലിയ മണ്ടത്തരാണ്. ആദ്യം പണ്ഡിതന്മാരിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് അത്തരം പണ്ഡിതന്മാരെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം ആഖിർ സമാനിലുള്ള പണ്ഡിതന്മാര് ചപ്പ് ചവറുകളാണെന്നുള്ളത്. അതേപോലെ തന്നെ അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികൾ എന്നുള്ളത്. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? അവർക്ക് ഖുർആനിന്റെ ബാഹ്യമായ ഇൽമില്ലാത്തതല്ല, ബൈഹാട്ടാക്കാനുള്ള ശേഷി ഇല്ലാത്തതല്ല, നാവ് കൊണ്ട് സംസാരിക്കാനുള്ള ശേഷി ഇല്ലാത്തതല്ല, മനഃപ്പാഠമാക്കിയ ഒരുപാട് ഹദീസുകൾ മെമ്മറി ഇല്ലാത്തതല്ല വിഷയം ഇതാണ്. കൽബിലുള്ള ഈ ജ്ഞാനം, ഇതിനോടുള്ള അറിവ് അവരിലില്ലാത്തതാണ്. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ആഖിർ സമാനിലെ പണ്ഡിതന്മാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എടുത്തുദ്ധരിക്കാറില്ല പണ്ഡിതന്മാര്. കാരണം എന്താണ്? അവരെ കണ്ണിൽ ഇപ്പോഴും ഖിയാമത്തായിട്ടില്ല. ഖിയാമത്ത് നാളിലേക്കുള്ള ആ പണ്ഡിതന്മാര് ഇന്നും വന്നു കഴിഞ്ഞിട്ടില്ല എന്നതാണ് അവരുടെ വീക്ഷണം. ഇനി എന്തെങ്കിലും ഖിയാമത്ത് നാളാവുന്ന സമയത്ത് ആ കാലത്തിൽ പണ്ഡിതന്മാർക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും, ഞങ്ങള് ഖിയാമത്ത് നാളിലെ പണ്ഡിതന്മാരെല്ലാം തോന്നലുണ്ടാവും? ഉണ്ടാവൂല. ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അന്നും ദീന് ഹയാത്തായി നിൽക്കുമല്ലോ. അപ്പൊ ഇത് സ്വയം അറിയാതെ പോകുന്ന വിഷയമാണ്. അവനവന്റെ ഉള്ളിലുള്ള ഷുഹൂർ അസ്തമിച്ച് പോകുന്ന വിഷയമാണ്. അല്ലാഹു തആല ഈ വിഷയത്തിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് കൊടുത്തിക്കണം എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. അതൊരു പക്ഷെ നിങ്ങൾ ബാഹ്യമായ പണ്ഡിതന്മാരിൽ നിന്നും നിങ്ങൾക്ക് ഹാസിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് നിങ്ങളെ വിശ്വാസികളായ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ വീണ്ടും ഹിദായത്തിലല്ല ആക്കുന്നത്, നിങ്ങളെ വീണ്ടും വഴികേടിലാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഫിത്നയുടെ കാലം എന്ന് പറയാൻ കാരണം. ഇത് ഫിത്നയുടെ കാലമാണ്. ഫിത്ന ആവണമെന്നുണ്ടെങ്കിൽ ഹക്ക് ബാത്തിലും ബാത്തിലും ഹക്കും ആവണം. അപ്പൊ അതിന്റെ മൂർധന്യാവസ്ഥയിൽ വരുന്ന കാലഘട്ടമാണ് അവസാന കാലഘട്ടം. ഇമാം മഹദിയും ദജ്ജാലും ഒന്നിച്ചു വരുന്ന കാലഘട്ടം. ഒന്നുകിൽ ഇമാം മഹദിയിലേക്ക് അല്ലെങ്കിൽ ദജ്ജാലിലേക്ക്, മൂന്നാമതൊന്നുമില്ല. നശിപ്പിക്കുന്നവൻ നശിപ്പിക്കപ്പെടും, രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെടും. അത് രണ്ടും ഏറ്റവും വലിയ ഡിഗ്രിയിലായിരിക്കും. നശിപ്പിക്കുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് വരെ കാണാത്ത നാശമായിരിക്കും. രക്ഷപ്പെടുകയാണെങ്കിൽ ഏറ്റവും വലിയ രക്ഷപ്പെടലുമായിരിക്കും. ആ നാളിലേക്ക് തുറക്കപ്പെടേണ്ട ഇൽമാണ് എന്ത്? ദിക്റെ കൽബ് എന്നുള്ളത്. മുൻഗാമികളിൽ ഉണ്ടായ ഇൽമ തന്നെയാണിത്. പക്ഷെ അന്നൊക്കെ ദീൻ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൽ നിന്നും ഒന്നിലേക്ക് ആയിക്കൊണ്ട് ഒരാള് ഒരു ഷെയ്ഖിന്റെ മുന്നിലേക്ക് എത്തും, അദ്ദേഹത്തിൽ നിന്ന് ഇത് ഹാസിലാക്കും. അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ. അല്ല ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും അവർ കൈക്കടത്തലുണ്ടാക്കും, ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ഒരു രത്നം അല്ലെങ്കിൽ ഈ ഒരു മുതൽ ഇതിന് അയോഗ്യരായ ആളുകളെ കയ്യിലെത്തുന്നതിന് ഒരു പക്ഷെ അവർ തടയിട്ടുണ്ടായിരിക്കാം. അതിന്റെ പേരിലാണ് കിതാബുകളിൽ ഇതിനെക്കുറിച്ച് പറയാതിരുന്നത്. പക്ഷെ കിതാബുകളിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ദീനിലുള്ള ബുദ്ധി മറ്റൊന്നാണ്. പാണ്ഡിത്യം കൊണ്ട് നേടിയെടുക്കാവുന്ന സംഗതിയല്ല. സാധാരണ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ദീനിന്റെ ഒരുപാട് കിതാബുകൾ വായിച്ച് എന്ന് വെച്ച് അയാൾ പണ്ഡിതനാണെന്നോ ബുദ്ധിമാനാണെന്നോ അള്ളാഹുവിന്റെ കണ്ണിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിലോ മഹാന്മാരുടെ കണ്ണിലോ ആവുന്നില്ല. അള്ളാഹുവിന്റെ ദീനിൽ ഒരു കലിമയെങ്കിലും പഠിച്ചിരിക്കണമെങ്കിൽ ആ കലിമ അവൻ പ്രാവർത്തികമാക്കി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ. ഇതിനെതിരായിട്ട് തെളിവൊന്നും ഒരു കിതാബിലും ഇല്ല. ഇവര് പറയുന്ന ഇൽമുകളൊന്നും വിശദീകരണം കൂടാതെ അവരൊരു മനസ്സിലാക്കിയ ഇൽമാണ്. വിശദീകരണം നടത്തിയ സൂഫിയാക്കൾ കിതാബുകൾ, അത് ഏത് കിതാബാവട്ടെ, നമ്മളെ ആദരിക്കുന്ന അബ്ദുൽ ഖാദിർ ജലാനി തങ്ങൾ ഖദ്ദസല്ലാഹു സിറുൽ അസീസ്, അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഗൈബ് ആവട്ടെ, ഫത്ഹുർ റബ്ബാനി ആവട്ടെ, ഗുനിയത്ത് താലിബീൻ ആവട്ടെ, അതല്ല
ഇനി അദ്ദേഹം എഴുതിയ മറ്റ് കിതാബുകളാവട്ടെ, ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ ആവട്ടെ, കീമിയ സാദ് ആവട്ടെ, അതല്ല അവാരിഫുൽ മാരിഫ് ആവട്ടെ, അങ്ങനെ ഏതേത് കിതാബ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്നും പഠിപ്പിക്കപ്പെടുന്ന രീതികളോ അല്ലെങ്കിൽ ആശയങ്ങളോ അല്ല മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നത്. അവര് ബാഹ്യമായ കാര്യത്തിൽ തന്നെയാണ് അവരുടെ ബുദ്ധി തങ്ങി നിൽക്കുന്നത്. ആന്തരികതയിലേക്ക് അവരുടെ ബുദ്ധി പ്രവേശിച്ചിട്ടില്ല. അങ്ങനെ പ്രവേശിച്ചിരുന്നുവെങ്കിൽ ഉമ്മിയായ ഒരു പണ്ഡിതനെയും ഒരു സൂഫിയെയും അവരെന്ത് ചെയ്യൂല, അവരനാദരിക്കൂല, കുറ്റം പറയൂല. എന്നാൽ അവർ കുറ്റം പറഞ്ഞു പോകുന്നുണ്ട്. കാരണം അവർ നാവ് കൊണ്ട് മാത്രമാണ് സമ്മതിക്കുന്നത്, ബുദ്ധി കൊണ്ട് സമ്മതിക്കുന്നില്ല എന്നതാണ് വിഷയം. അള്ളാഹു ആകട്ടെ അവന്റെ കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നത്. അവസാനത്തെ ദോറിൽ ഇതിന്റെ മൂർധന്യാവസ്ഥ വരും. ആന്തരികമായ കാര്യങ്ങൾ കൊണ്ട് ഇമാം മഹദിയും ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട് ദജ്ജാലും വരും. ആദ്യഘട്ടത്തിലും ഇതന്നെ സംഭവിച്ചത്. ആന്തരികമായ കാര്യങ്ങൾ കൊണ്ട് അതിന്റെ പേര് ഇസ്ലാം വന്നു, ബാഹ്യമായ കാര്യം കൊണ്ട് ഇബ്ലീസും വന്നു. അത് നമുക്ക് പറയാം ഈ വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് നമുക്ക് ദിക്റെ ഖൽബ് എന്നുള്ള വിഷയത്തിലേക്ക് ഖുർആൻ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പരിശോധിച്ചോ. ആദ്യമായിട്ട് ദിക്റെ ഖൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബിന്റെ ദിക്റാണ്. ഇപ്പൊ മനുഷ്യന് ദിക്റ് ചെല്ലാൻ പറ്റും, പല രീതിയിലും ചെല്ലാൻ പറ്റും. ഖുർആനിലും ഹദീസിലും ദിക്റിനെ കുറിച്ച് ഒരുപാട് വട്ടം ഓർമ്മപ്പെടുത്തലുണ്ടായിട്ടുണ്ട്, ദിക്റിന്റെ മഹത്വങ്ങളെ കുറിച്ച്. പക്ഷെ ദിക്റിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എല്ലാം ഏത് ദിക്റിനാണ് ആ മഹത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കി വെച്ചത്? നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്ർ, ആ ദിക്റാണ് വലിയ മഹത്വമായി മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ റസൂലുള്ളാഹി അതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിന്റെ ദിക്റിനും ഒരു മഹത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും മഹത്വമുള്ള ദിക്റിനെ കുറിച്ചാണ് കൂടുതൽ അവിടുന്ന് സംസാരിച്ചത്. പക്ഷെ അത് മനസ്സിലാകാത്ത ആളുകൾ റസൂലുള്ളാഹിന്റെ ആ ഉദ്ദേശങ്ങൾ അവരവന്റെ മനസ്സിലാക്കലിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതാണ് സംഭവിച്ചത്. ദിക്ർ എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. വെറും നാവ് കൊണ്ട് ദിക്റല്ല. ആ ദിക്ർ ചെല്ലുന്ന സമയത്ത് അവന്റെ ചിന്ത അതിലില്ല, ചിന്ത വേറെ എവിടെയാണ്, നാവ് കൊണ്ട് ദിക്ർ മാത്രം നടക്കുന്നുണ്ട്. അതിനേക്കാൾ നല്ല മക്കാമാണ് എന്ത്? നാവും അതേപോലത്തെ ചിന്തയും ഒരേ പോയിന്റിലാക്കിക്കൂടെ ദിക്ർ മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ട്. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നാവിൽ കൂടെ ദിക്ർ ചെല്ലാതെ അൽഫാസിയായ ദിക്റുണ്ട്. മശായിഖന്മാർ കൊടുക്കുന്ന ദിക്ർ, ശ്വാസം കൊണ്ട് ദിക്ർ എടുക്കുക. കാരണം ശ്വാസം കൊണ്ട് ദിക്ർ എടുക്കുന്ന ആൾക്ക് അവന്റെ ചിന്തയും അതിൽ കൊണ്ടുവരേണ്ടി വരും. ഇപ്പൊ ചിന്ത ഒരിക്കലും മങ്ങിപ്പോകുന്നില്ല, മാഞ്ഞു പോകുന്നില്ല. ആ ദിക്ർ ചെല്ലുന്നവരിലേക്ക് കയറി ചെന്നാലുള്ള ഒരു കോണിപ്പടിയാണിത്. അതിന്റെ പേരിൽ അത് ഇതിനേക്കാളൊക്കെ നല്ല ദിക്റാണ്, നല്ല മർത്തബയുള്ള ദിക്റാണ്. ഇനി ശ്വാസം കൊണ്ട് ദിക്ർ എടുക്കാതെ വെറും ചിന്ത കൊണ്ട് മാത്രം ദിക്ർ എടുക്കാം, ചിന്തിച്ചുകൊണ്ട്, അതും ദിക്ർ തന്നെയാണ്. ഇപ്പൊ ദിക്ർ പല രൂപത്തിലുണ്ട്. ഇന്ന് തസൂഫിലെ മശായിഖന്മാര് ചെല്ലിപ്പിക്കുന്ന ദിക്ർ, അതിന്റെ സമ്പൂർണമായ രൂപം ഏത് രൂപമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൻഫാസിയ ദിക്റാണ്, ശ്വാസം കൊണ്ടെടുക്കുന്ന ദിക്ർ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ദിക്റിന്റെ വഴി ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെല്ലി നടക്കുന്നവരും ഉണ്ട്. പക്ഷെ ഹഖീഖത്ത് പ്രകാരം അതിന്റെ മേലേക്കും ദിക്റുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കിതാബുകൾ എഴുതി വെച്ചിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് കിതാബിന്റെ ഉൽപ്പന്നങ്ങളായ സൂഫിയാക്കൾ ഇതിന് മേലേക്ക് മറ്റൊരു സംഭവം അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ ബാഹ്യമായ തെരീക്കത്തിലൂടെ മാത്രം നീങ്ങുന്ന ആളുകൾ, അവർ മുൻഗാമികളായ മശായിഖന്മാരെയും ഉള്ളു, അതെ തസൂഫിന്റെ ഉള്ളും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഉള്ളി ഇവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടില്ല. അവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട കാര്യം ബാഹ്യമായ രൂപം മാത്രമാണ്. അപ്പൊ അവരാ ലാബില്, ആ തെരീക്കത്തിന്റെ ലാബില് ആ തെരീക്കത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരവരെ മശായിഖന്മാർ മനസ്സിലാക്കിയ പോലെയല്ല ഇവരെ തസൂഫിന് മനസ്സിലാക്കിയത്. അതിന്റെ പേരിൽ റുഹാനിത നഷ്ടപ്പെട്ട തസൂഫിന്റെ മാർഗങ്ങളായിക്കൊണ്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്. ആ ഹദീസ് പ്രകാരം നമ്മൾ അമൽ ചെയ്യലും ആവശ്യമാണ്. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ സുന്നത്തും അതാണ്. അതായത് ഹദീസ് ബുഖാരി ഷരീഫിലും മുസ്ലിം ഷരീഫിലും ഒക്കെ വന്ന ഹദീസാണ്. അലാ വഇന്ന ഫിൽ ജസദി മുളഹത്തൻ ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ് എന്നുള്ള ഒരു ഹദീസ്. നിങ്ങൾ അറിയണം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കഷ്ണുണ്ട്. അത് നന്നായി കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം നന്നായി. അത് കേടായാലോ നിങ്ങൾ മൊത്തം കേടായി. ഏതാണത്? അതാണ് കൽബ് എന്ന് പറഞ്ഞത്. ഇന്ന് റസൂലിന്റെ ഹദീസുണ്ട്. അപ്പോ ശരിക്കും അത് നന്നായി കഴിഞ്ഞാൽ മൊത്തം നന്നായി എന്നുണ്ടെങ്കിൽ നമുക്കത് മാത്രം നന്നാക്കിയാലും കാര്യം കഴിഞ്ഞു. നേരെ തിരിച്ച് നമ്മൾ അത് നന്നാക്കാതെ മറ്റുള്ള എല്ലാം നന്നാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ ദീർഘമായേക്കാം, അതിലേക്ക് എത്തിച്ചേർന്ന് പ്രയാസമായിരിക്കും ചെയ്യും. പക്ഷെ എത്തിയില്ല എന്നും വരാം. അത് ഷോർട്ട് കട്ട് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അത് പഠിപ്പിക്കാനുള്ള കാരണം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലത്, ഇതൊരു ഹുക്കുമാണ്. നിങ്ങൾ കൽബ് നന്നാക്കണം, അത് ഷോർട്ട് കട്ടാണ് എന്ന് പറഞ്ഞു തരണം. പക്ഷെ നമ്മൾ ആ ഷോർട്ട് കട്ട് ഉപയോഗിക്കാതെ ബാക്കിയുള്ള എല്ലാ സുന്നത്തുകളും എടുക്കുകയാണ്. ആ സുന്നത്തുകൾ മുഴുവൻ എടുത്താലും കൽബ് ശുദ്ധിയാവുന്നില്ല. ഇപ്പൊ കൽബാണ് ശുദ്ധിയാവേണ്ടത്. കൽബ് ശുദ്ധിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സുന്നത്തൊക്കെ ഓട്ടോമാറ്റിക് മനുഷ്യൽ വന്നു ചേരും. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വിഷയം. അതല്ലാതെ വെറുതെ ഉള്ള ഹദീസ് അല്ലത്.